देवियों और सज्जनों, आपके लिए पेश है ताज महल, दुनिया का 7वां अजूबा ताज महल. നമസ്കാരം. ഇതാണ് താജ്മഹൽ. ലോകത്തിലെ 7ാമത്തെ അത്ഭുതമാണിത്. അപ്പോൾ നമ്മളിത് താജ്മഹലാണ്. അപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ മുമ്പിലോട്ടൊക്കെ പോയി നോക്കാം. ഇപ്പം നമ്മൾ താജ്മഹലിൻ്റെ അടുത്തേക്ക് പോവാണ്. നല്ല വെയിലുണ്ട്, അത് കാരണം മൊബൈൽ അങ്ങ് ചൂടായിട്ട് ഇരിക്കുക. ഇതാണ് താജ്മഹലിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡനും ഇങ്ങനത്തൊക്കെ കേട്ടോ. ഇത് ഫ്രണ്ടിൽ കവാടം. ഇതിൻ്റെ അത്ഭുതം തന്നെ നോക്കിയത്. ഇപ്പോഴും അതിൻ്റെ ഷൈനിങ് എത്ര നൂറ്റാണ്ട് എന്നിട്ടും. ഇത് കുറച്ച് എടുത്തുള്ള കാഴ്ചയാണ് കേട്ടോ. അത് അടിപൊളി തന്നെ ഈ വ്യൂ ഒക്കെ. ഇപ്പം ഞാൻ കാണിച്ച ലോക അത്ഭുതം എന്ന് പറയുന്നത് ഇത് തന്നെ. മൈ ഗോഡ്. एक सेकंड, मैं ले रहा हूँ ना. एक सेकंड भाई. ഇപ്പം നമ്മൾ ഏകദേശം അടുത്തെത്തി. എന്ത് വലിയ ഇതാണല്ലേ. ഇതാ ഞാൻ താജ്മഹലിൻ്റെ വളരെ അടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കയറണം. ഓ മൈ ഗോഡ്. താജ്മഹലിലേക്ക് കയറി പോകണമെങ്കിൽ അങ്ങനെ റോഡിലൂടെ പോകണം. അപ്പോൾ അതിലെന്ത് ഫുഡ് വെയർ എന്തോ തരും നോക്കാൻ. എന്താ ഇവിടെ കുറച്ച് ആശ്വാസമുണ്ട്. വെയിൽ എന്തൊരു വെയിലായിരുന്നു എന്ന് പറയണ്ട. ഫോണൊക്കെ അങ്ങ് ചൂടായിപ്പോയി. ഇതിപ്പോൾ ഇത് വേറെ ഒരു വാതിലാണ്. 4 സൈഡ് 4 വാതിലുണ്ട്. ഇവിടുന്ന് കാണാനും ഭംഗിയുണ്ട്. നമ്മളതിൻ്റെ അടുത്ത് പോയി നോക്കാം എങ്ങനെയുണ്ട്. പട്ടിയൊന്നും പറയാനില്ല. ഇവിടെ വേറൊരു ഗേറ്റും ഉണ്ട് ഇപ്പുറ സൈഡായിട്ട്. ഇവിടെ നിന്നുള്ള താജ്മഹൽ വ്യൂ. ഇതിൻ്റെ അടുത്ത് പോകാനുള്ള ടിക്കറ്റ് 200 രൂപയുടെ ഇപ്പോൾ അവിടെ ഉള്ളത്. ആളുകൾ പോകുന്നുണ്ട്. ഞാൻ 50 രൂപയുടെ എടുത്തത്. ഞാൻ അറിഞ്ഞിട്ടില്ല എത്രയാണെന്നുള്ളത്. പോയി നോക്കാം എവിടെ നിന്നെങ്കിലും അവർക്ക് വഴിയുണ്ടോ എന്നുള്ളത്. ഇത് താജ്മഹലിൽ ഇപ്പുറത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ യമുന നദിയാണ്. അപ്പോൾ ഇതാണ് താജ്മഹലിൻ്റെ മാർബിൾ തന്നെ. കംപ്ലീറ്റ് മാർബിൾ കൊണ്ട് ഉണ്ടാക്കി വെച്ച ഒരു സംഭവം. എത്ര നൂറ്റാണ്ട്. അയ്യോ, ഇതിൻ്റെ ചുമരൊക്കെ എത്ര വർഷം പഴയതാണ്. നൂറ്റാണ്ടിൻ്റെ ഒരു ഇതുണ്ട്. മാർബിൾ കൊണ്ട് കംപ്ലീറ്റ് ഉണ്ടാക്കി. ഇതാണ് അപ്പോൾ താജ്മഹൽ. താജ് കാ മഹൽ കണ്ണാടി കൊണ്ടുണ്ടാക്കിയൊരു ഇതിൻ്റെതാണ്.
ഉള്ളിൽ പോകാൻ പറ്റിയിട്ട് ഞാൻ ഇത് അതിൻ്റെ പ്രത്യേകിച്ച് ടിക്കറ്റൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു കാഴ്ചയും കൂടി എടുക്കാമായിരുന്നു. പക്ഷെ ഫോട്ടോഗ്രാഫി അനുഭവം ആണോ എന്ന് അറിയത്തില്ല. ഓക്കെ, ഇതെന്നെ ഒരു സംഭവം തന്നെ. താജ്മഹലിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ കുറച്ച് ഷെയ്ഡുണ്ട്, തണലും കഴിക്കാം. ഹിമാലയുടെ കരയിൽ കണ്ടുകൊണ്ടിരിക്കാം. മറ്റേ ഇവിടെ നല്ല വെയിലിടുന്ന ഇതിൻ്റെ വെയിൽ അങ്ങനെയില്ല. നല്ല ഇവിടുത്തെ കാഴ്ചകൾ. ഇത് സൈഡാണ് താജ്മഹൽ. ഇപ്പോൾ ഇറങ്ങാൻ ഇതിലൂടെ കണ്ടിട്ട് ഇതാണ് 4 ഭാഗത്തും 4 കവാടം. ഇതാണ് സൈഡിലെ വ്യൂ. ഞാൻ അതിലൂടെ ചുറ്റി വന്ന് ഉള്ളിലുള്ള കാഴ്ച അതിനിപ്പോൾ അടുത്ത തവണ കാണാം. ഇതന്നെ അടിപൊളി തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇതിലൂടെ ഇറങ്ങിയിട്ട് ചുറ്റി ഇറങ്ങിയിട്ട് തിരിച്ചു പോവാം. ഇത്രയും ലോകാത്ഭുതങ്ങളിലായ ഒന്നായ താജ്മഹലിൻ്റെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ലൈക്കൊക്കെ തരാം. പിന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ. ഡൽഹി ആഗ്ര റോഡാണ്.